ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ക്ഷീണിതനായ നിലയിലുള്ള ഒരു തൊഴിലാളി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. ഈ ഒരു കാഴ്ച കണ്ട് അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന കാർലോസ് എന്ന തൊഴിലാളിയും അതേ സിറിഞ്ച് ഉപയോഗിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ്. എന്നാൽ അല്പസമയത്തിനു ശേഷം ആദ്യം മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്ന യുവാവ് സോംബിയായി മാറുന്ന കാഴ്ചയാണ് കാർലോസിനെ കാണാനായി സാധിച്ചത്. ആ സോംബി കാർലോസിനെ കടിച്ചു. പ്രാണരക്ഷാർത്ഥം കാർലോസ് ആ ഒരു ബിൽഡിങ്ങിൽ നിന്നും ഇറങ്ങിയോടി. ശേഷം കാണിക്കുന്നത് ഭാര്യ ക്യാൻസർ ബാധിച്ചു മരിച്ചതിനു ശേഷം അതീവ ദുഃഖിതനായിരിക്കുന്ന പീറ്റർ എന്ന ഡോക്ടറെയാണ്. ഭാര്യ മരിച്ചതോടെ പീറ്റർ തൻ്റെ മകനായ മാത്യുവിനെ അമ്മായിയപ്പൻ്റെയും അമ്മായിയമ്മയുടെയും കൂടെ ഗ്രാമത്തിലേക്ക് അയച്ചു. പീറ്ററിൻ്റെ അയൽക്കാരനും കൂട്ടുകാരനുമായിരുന്നു ജോണി. അന്ന് ജോണി പീറ്ററിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും പീറ്റർ അവൻ്റെ വീട്ടിൽ നിന്നും അത്താഴം കഴിക്കുകയും ചെയ്തിരുന്നു. ജോണി അവൻ്റെ ഭാര്യയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പീറ്റർ ഭാര്യയോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ ഓർത്തെടുത്തു. പിറ്റേന്നാണ് ഇൻഫെക്ഷനേറ്റിരുന്ന കാർലോസിനെ ആളുകൾ പിടികൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഒരു സമയത്ത് കാർലോസ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫിൻ്റെ വായിലേക്ക് തുപ്പിയിരുന്നു. ഇതേ സമയത്തു തന്നെ കാർലോസിൻ്റെ കടിയേറ്റിരുന്നവരും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചികിത്സ തേടിയെത്തിയിരുന്നു. പിന്നീട് കാർലോസ് വായിലേക്ക് തുപ്പിയിരുന്ന ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫും അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങുകയാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ സോംബി വൈറസ് എന്ന ആ ഒരു രോഗം വെനസ്വേല മൊത്തം പടർന്നു കഴിഞ്ഞിരുന്നു. വെനസ്വേലയിലെ ഡോക്ടറായ ഡോയൽ ഇക്കാര്യം ലോകാരോഗ്യ സംഘടനയെ അറിയിച്ചിരുന്നു. അല്പസമയത്തിനകം തന്നെ വെനസ്വേലയിലെ സാങ്കേതിക തകരാറ് മൂലം ഡോയലുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. കാര്യങ്ങൾ പഠിക്കാനായി ലോകാരോഗ്യ സംഘടന സൂസൻ എന്നൊരു ഡോക്ടറെ വെനസ്വേലയിലേക്ക് അയക്കുകയാണ്. അന്നും പതിവ് പോലെ തന്നെ പീറ്റർ തൻ്റെ മകനായ മാത്യുവിനെ വിളിച്ചിരുന്നു. ഇവിടെ സൈനിക വിമാനങ്ങൾ വട്ടമിട്ട് പറക്കുന്നുണ്ടെന്ന് ഈ ഒരു സമയത്ത് മാത്യു പീറ്ററിനെ അറിയിക്കുകയാണ്. അന്ന് പീറ്റർ അവശ്യ സാധനങ്ങൾ വാങ്ങാനായി നഗരത്തിലേക്ക് പോയ സമയത്ത് അവിടെ ഭയാനകമായൊരു ലഹള അരങ്ങേറുകയാണ്. ആംബുലൻസിൽ നിന്നും രക്ഷപ്പെട്ട ഒരു സോംബി അവിടെയുള്ള ആളുകളെയെല്ലാം കടിച്ച് ആക്രമിക്കുകയാണ്. ഇതിനോടകം തന്നെ നിരവധി ആളുകൾ സോംബികളായി മാറിക്കഴിഞ്ഞിരുന്നു. കാര്യം എന്താണെന്നറിയാതെ പീറ്റർ അതിവേഗത്തിൽ തൻ്റെ വാഹനവും എടുത്ത് വീട്ടിലേക്ക് പാഞ്ഞു. ഈ ഒരു സമയത്താണ് അവൻ തൻ്റെ ഭാര്യയെയും താങ്ങിയെടുത്ത് ഓടിവരുന്ന ജോണിയെ കാണുന്നത്. ജോണിയുടെ ഭാര്യയ്ക്ക് പ്രാഥമിക ശുശ്രൂഷകൾ നൽകാനായവൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ജോണിയുടെ ഭാര്യയുടെ കയ്യിൽ കടിയേറ്റിട്ടുണ്ട്. മാത്രവുമല്ല അവളുടെ കൃഷ്ണമണികൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇതിലെന്തൊക്കെയോ നിഗൂഢതകളുണ്ടെന്ന് പീറ്ററിനെ ബോധ്യമായി. സംശയ നിവാരണത്തിനായവൻ തൻ്റെ പരിചയക്കാരായ ഡോക്ടർമാരെ വിളിച്ചിരുന്നെങ്കിലും കോളുകൾ പോയിരുന്നില്ല. ഈ ഒരു സമയത്താണവൻ അപൂർവ രോഗം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടെന്നും ആളുകൾ പുറത്തിറങ്ങരുതെന്നുമുള്ള വാർത്ത കാണാനിടയാവുന്നത്. ഈ ഒരു സമയത്താണ് ജോണിയുടെ ഭാര്യയുടെ അസുഖമറിഞ്ഞ് പീറ്ററിൻ്റെ 2 അയൽക്കാർ അവൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ സോംബിയായി ചാടി എഴുന്നേറ്റ ജോണിയുടെ ഭാര്യ ആ ഒരു അയൽക്കാരനെ കടിച്ചു. അതോടെ അവർക്ക് അവളെ അടിച്ച് ബോധം കെടുത്തേണ്ടി വന്നു. അല്പസമയത്തിനു ശേഷം പീറ്ററിന് ഡോക്ടർ ഡോയലിൻ്റെ ഫോൺ കോൾ വന്നു. സോംബി വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. വൈറസ് ബാധിച്ചവരെ കൊലപ്പെടുത്തുകയല്ലാതെ മറ്റു മാർഗമില്ല. നീ എത്രയും വേഗം ഞങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തണമെന്ന് ഡോയൽ പീറ്ററിനോട് പറഞ്ഞു. ഇക്കാര്യം ഡോയൽ ജോണിയെ അറിയിച്ചു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ ഡോക്ടർമാർ ഇവളെ കൊന്നുകളയുമോ എന്ന് ജോണി സംശയം പ്രകടിപ്പിച്ചു. താമസിയാതെ തന്നെ അവിടുത്തെ പവർ കണക്ഷൻ കട്ടായിപ്പോയി. പിന്നീട് അവർ സുരക്ഷിതമായ സ്ഥലം തേടി ഡോക്ടർ ഡോയലിൻ്റെ പക്കലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഇതേ സമയത്താണ് പീറ്ററിൻ്റെ അമ്മായിയപ്പൻ തൻ്റെ സുഹൃത്തിനെ മരണപ്പെട്ട നിലയിൽ കാണുന്നത്. വീട്ടിലേക്കെത്തിയ അയാൾ ഇക്കാര്യം തൻ്റെ ഭാര്യയെ അറിയിക്കുകയും നമുക്ക് മാത്യുവിനെയും കൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് അവരോട് പറയുകയും ചെയ്തു. ഡോയലിൻ്റെ പക്കലേക്ക് പോകും വഴി പീറ്ററിൻ്റെ വാഹനം സൈനികർ തടഞ്ഞു. പുറത്തേക്കിറങ്ങിയ പീറ്ററും കൂട്ടരും സൈനികരോട് കാര്യങ്ങൾ വിശദീകരിക്കവേ ഒരു കൂട്ടം സോംബികൾ അവരെ ആക്രമിക്കാനായി എത്തി. ഈ ഒരു സമയത്ത് ജോണിയുടെ ഭാര്യയും ഒരു സോംബിയായി മാറിക്കഴിഞ്ഞിരുന്നു. സൈനികർ അവളെ വെടിവെച്ചിട്ടു. ക്ഷണനേരത്തിനുള്ളിൽ തന്നെ പീറ്ററും ജോണിയും ഒഴികെ ബാക്കിയുണ്ടായിരുന്നവരെയെല്ലാം സോംബികൾ ആക്രമിച്ചു കൊലപ്പെടുത്തിയിരുന്നു. അപകടം മനസ്സിലാക്കിയ പീറ്റർ ജോണിയെയും കൊണ്ട് തൻ്റെ വാഹനത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തനിക്ക് തൻ്റെ ഭാര്യയെ കണ്ടെത്തണമെന്നും പറഞ്ഞുകൊണ്ട് ജോണി വാഹനം നിർത്താനായി ആവശ്യപ്പെടുകയാണ്. പീറ്റർ ഇത് തടയാൻ ശ്രമിച്ചതോടെ നിന്റെ ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചു, എനിക്ക് എൻ്റെ ഭാര്യയെ കണ്ടെത്തണം എന്നായിരുന്നു ജോണിയുടെ മറുപടി. വിഷമത്തോടെ പീറ്റർ തൻ്റെ വാഹനത്തിലേക്ക് മടങ്ങി. പീറ്റർ പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലായതോടെ പിന്നീട് ജോണിയും അവനൊപ്പം ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത്
ലോകാരോഗ്യ സംഘടന പറഞ്ഞു വച്ചിരുന്ന സൂസൻ എന്ന ഡോക്ടർ, വൈറസിനെതിരായ വാക്സിൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിരുന്ന ഡോക്ടർ ഡോയലിൻ്റെ പരീക്ഷണശാലയിലേക്ക് എത്തിയിരുന്നു. അവരെ സംരക്ഷിക്കാനായി നിരവധി സൈനികർ ആ പരീക്ഷണശാലയ്ക്ക് ചുറ്റുമായി കാവൽ നിന്നിരുന്നു. പരീക്ഷണങ്ങൾക്കായി അവർ അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്ന കാർലോസ് എന്ന സോംബിയെ അവിടെ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ക്രമസമാധാന നില ആകെ തകിടം മറിഞ്ഞിരുന്നു. സോംബികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി ആളുകൾ പരസ്പരം കൊന്ന് വാഹനങ്ങൾ തട്ടിയെടുക്കുകയാണ്. ഭീതിജനകമായ ഈ കാഴ്ചകൾ കണ്ട് പീറ്റർ തൻ്റെ വാഹനം അതിവേഗത്തിൽ മുന്നോട്ട് പായിച്ചു. സോംബികളെ ഭയന്ന് വീടുകളിലെ ആളുകൾ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെയിരിക്കുകയാണ് ലൂയിസ് എന്ന യുവാവിൻ്റെ കുടുംബത്തെ സോംബികൾ ആക്രമിക്കുന്നത്. ആ ഒരു ആക്രമണത്തിൽ നിന്ന് ലൂയിസിന് മാത്രമാണ് രക്ഷപ്പെടാനായി സാധിച്ചിരുന്നത്. പഞ്ചറായ തങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ മാറ്റിക്കൊണ്ട് ഈ ഒരു സമയത്ത് ജോണിയും പീറ്ററും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇരുവരുടെയും പക്കലേക്കാണ് സോംബികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ലൂയിസ് പ്രാണരക്ഷാർത്ഥം ഓടിയെത്തിയിരുന്നത്. കടിയേറ്റിട്ടില്ലെന്ന് ലൂയിസ് പറഞ്ഞതോടെ പീറ്റർ അവനെ വാഹനത്തിലേക്ക് കയറ്റി. നിർഭാഗ്യവശാല യാത്രയ്ക്കിടെ പെട്രോൾ കഴിഞ്ഞവരുടെ വാഹനം വഴിയിൽ നിന്നുപോയി. അതോടെ അവർ അടുത്തെവിടെയെങ്കിലും പെട്രോൾ പമ്പുണ്ടോ എന്ന് നോക്കാനായി മുന്നോട്ടേക്ക് നടന്നു നീങ്ങുകയാണ്. പോകുന്ന വഴികളിലെല്ലാം അവർ സോംബികളെ കണ്ടിരുന്നു. മുന്നോട്ടേക്ക് നീങ്ങിയവർ ഒടുവിൽ ഒരു പെട്രോൾ പമ്പ് കണ്ടെത്തി. ഉടനെ അവിടെ ഉണ്ടായിരുന്ന സോംബികൾ അവർക്ക് നേരെ ചാടി വീഴുകയാണ്. ഇത് കണ്ട ലൂയിസ് അവിടെ മരിച്ചു കിടന്നിരുന്ന പോലീസുകാരൻ്റെ തോക്കെടുത്ത് അതിലൊരു സോംബിയെ വെടിവെച്ചു കൊന്നു. വെടിവെച്ചയുടെ ശബ്ദം കേട്ടതോടെ ആ പ്രദേശത്തെ മറ്റു സോംബികളും അവർക്ക് നേരെ പാഞ്ഞെടുക്കാൻ ആരംഭിച്ചു. ഒരു കാഴ്ച കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഹോട്ടൽ ബിൽഡിങ്ങിൽ ഒളിച്ചിരുന്നിരുന്ന ഫിലിപ്പ് എന്ന മനുഷ്യൻ അവരെ അതിനകത്തേക്ക് കയറ്റി രക്ഷിച്ചു. ഫിലിപ്പിനൊപ്പം ഉണ്ടായിരുന്ന യുവതി പാഴ്വസ്തുക്കൾ താഴേക്ക് വലിച്ചെറിഞ്ഞ് സോംബികളുടെ ശ്രദ്ധ തിരിച്ചു. ഞങ്ങൾ അധിക സമയം ഇവിടെ ഉണ്ടാവില്ലെന്നും ഞങ്ങൾക്ക് ഒരു പരീക്ഷണശാലയിലേക്ക് പോകേണ്ടതുണ്ടെന്നും പീറ്റർ അവിടെ ഉണ്ടായിരുന്ന ഫിലിപ്പിൻ്റെ ഭാര്യയോട് പറഞ്ഞു. ഞങ്ങൾ വെള്ളം ശേഖരിക്കാനായി നാളെ രാവിലെ പുറത്തു പോകുമെന്ന് ഫിലിപ്പ് പീറ്ററിനെ അറിയിച്ചു. പിറ്റേന്ന് രാവിലെ പീറ്റർ വൈകിയാണ് ഉണർന്നിരുന്നത്. എഴുന്നേറ്റ് നോക്കിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആരെയും കാണാനില്ല. അവരെല്ലാം വെള്ളം ശേഖരിക്കാനായി പോയിരിക്കുന്നു. എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ സോംബികൾ ആ ഒരു ഹോട്ടൽ റൂമിനകത്തേക്കും കടന്നുകൂടിയിരുന്നു. സോംബികൾ ആക്രമിക്കാനായെത്തിയതോടെ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിലേക്ക് ഓടിക്കയറി. ശേഷം അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമർ തകർത്ത് പുറത്തേക്ക് ഓടുകയും പ്രാണരക്ഷാർത്ഥം ബിൽഡിങ്ങിൻ്റെ മേൽക്കൂരയിലേക്ക് ഓടിക്കയറുകയും ചെയ്തു. തനിക്ക് നേരെ പാഞ്ഞെടുത്ത ഒരു സോംബിയെ അവൻ താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി. ഈ ഒരു സമയത്ത് പുറകിൽ നിന്നും മറ്റൊരു സോംബി അവനെ ആക്രമിക്കാൻ തുനിഞ്ഞെങ്കിലും ഒരു കാഴ്ച കണ്ട് അവിടെ ഉണ്ടായിരുന്ന യുവതി അതിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. മറ്റുള്ളവരെല്ലാം എവിടെയെന്ന് അവൻ യുവതിയോട് ചോദിച്ചു. തനിക്കറിയില്ലെന്ന് യുവതി മറുപടി നൽകി. അങ്ങനെ അവരിരുവരും ബാക്കിയുള്ളവരെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഒരു യുവതിയെയും കുഞ്ഞിനെയും കണ്ടെന്നും അവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നെന്നും ഫിലിപ്പ് പീറ്ററിനോട് പറഞ്ഞു. യുവതിയെ രക്ഷിക്കാനായി സാധിച്ചില്ല, പക്ഷേ കുട്ടി അവിടെയുള്ളൊരു റൂമിലേക്ക് ഓടിക്കയറിയിട്ടുണ്ട്. തനിക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേർ അവിടെയുള്ള മറ്റൊരു റൂമിനകത്താണെന്നും അവരവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്നും ഫിലിപ്പ് പീറ്ററിനെ അറിയിച്ചു. പിന്നീട് പീറ്റർ ജോണിയുടെ പക്കലേക്കും ഫിലിപ്പ് കുട്ടിയുടെ പക്കലേക്കുമായി ഓടി. തൊട്ടുപുറകെ സോംബി ഉണ്ടായിരുന്നെങ്കിലും ഭാഗ്യവശാൽ പീറ്ററിനെ ജോണിക്കരികിലേക്ക് ഓടിയെത്താനായി സാധിച്ചിരുന്നു. സോംബികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ലൂയിസിൻ്റെ കാൽ ഒടിഞ്ഞിരുന്നു. പിന്നീട് പീറ്റർ തന്നാലാവും വിധം ലൂയിസിൻ്റെ കാലിലെ മുറിവുകൾ വെച്ചുകെട്ടി. കുട്ടിയെ രക്ഷിച്ച് മടങ്ങി വരുന്ന സമയത്ത് ഫിലിപ്പിനെയും സോംബികൾ ആക്രമിച്ചു. ഈ ഒരു ദയനീയമായ കാഴ്ച കണ്ട് ഫിലിപ്പിൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് അവൻ്റെ പക്കലേക്ക് ഓടി. അതോടെ ആ ഒരു സ്ത്രീയെയും സോംബികൾ കൊലപ്പെടുത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ അക്കൂട്ടത്തിലുണ്ടായിരുന്ന യുവതിയെയും സോംബികൾ വളയുകയും ആക്രമിക്കുകയും ചെയ്തു. ഈ ഒരു ദയനീയമായ കാഴ്ച കണ്ടുകൊണ്ടാണ് പീറ്റർ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. തോക്കിലെ വെടിയുണ്ടകൾ തീർന്നു പോയിരുന്നതിനാൽ പീറ്ററിനെ അവളെ രക്ഷിക്കാനായി സാധിച്ചില്ല. ആ രാത്രിയിൽ പീറ്ററും സംഘവും അവിടെ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ മൂവരും ആ ഒരു സ്ഥലത്തു നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. പിന്നീട് പീറ്റർ അവിടെ കേടായി കിടന്നിരുന്ന ഒരു വാഹനത്തിൽ നിന്നും യാത്രയ്ക്കായുള്ള ഇന്ധനം ശേഖരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഒരു കൊള്ളസംഘം അതിലൂടെ റോന്തു ചുറ്റിയിരുന്നു. അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ മൂവരും ശബ്ദമുണ്ടാക്കാതെ കിടന്നു. പിന്നീട് അവർ ഇന്ധനം ശേഖരിച്ച് പീറ്ററിൻ്റെ വാഹനത്തിലേക്ക് തന്നെ തിരികെ ചെല്ലുകയാണ്. ഈ ഒരു സമയത്താണ് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കി പുറത്തു പോയിരുന്ന പീറ്ററിൻ്റെ അമ്മായിപ്പൻ അയാളുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. എന്തു വന്നാലും വാതിൽ തുറക്കരുതെന്നും തനിക്ക് കടിയേറ്റിട്ടുണ്ടെന്നും അയാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. അല്പസമയത്തിനകം തന്നെ അയാൾ ക്ഷീണിതനായി നിലത്തു വീണതോടെ അയാളുടെ ഭാര്യ
കാര്യമറിയാതെ വാതിൽ തുറന്നു. രക്ഷപ്പെടാനുള്ള തത്രപ്പാടിനിടെ പീറ്ററും കൂട്ടരും വഴിതെറ്റി ഒരു കാട്ടിലേക്കാണ് എത്തിപ്പെട്ടിരുന്നത്. വഴി മനസ്സിലാക്കാനായി താനൊന്ന് പുറത്തിറങ്ങി നോക്കിയിട്ട് വരാമെന്ന് പീറ്റർ ജോണിയോട് പറഞ്ഞു. പീറ്റർ പുറത്തിറങ്ങിയ സമയത്ത് സോംബികൾ അവരുടെ വാഹനത്തിനരികിലേക്ക് പാഞ്ഞെടുത്തു. സോംബികളുമായി പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എത്രയും വേഗം വാഹനം സ്റ്റാർട്ടാക്കാനായി ജോണി ലൂയിസിനോട് പറഞ്ഞു. ലൂയിസ് അതിനായി ശ്രമിക്കുന്ന സമയത്ത് സോംബികൾ അവനെ പിടികൂടുകയും കൊലപ്പെടുത്തുകയുമാണ്. മറ്റു മാർഗമില്ലാതെ പീറ്ററും ജോണിയും സോംബികളുടെ പക്കൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ഭാഗ്യവശാൽ അവരെത്തിപ്പെട്ടിരുന്നത് ഡോയൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന ആ ഒരു ക്യാമ്പിലേക്കായിരുന്നു. കാവൽ നിന്നിരുന്ന സൈനികർ ഇരുവരുടെയും വസ്ത്രങ്ങളഴിച്ച് അവർക്ക് കടിയേറ്റിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി. താൻ ഡോയൽ വിളിച്ചിട്ട് വന്ന ഡോക്ടറാണെന്നും ഇതിൻ്റെ അയൽക്കാരനാണെന്നും പീറ്റർ സൈനികരോട് പറഞ്ഞു. ഈ ഒരു സമയത്തോടെ നിരവധി സോംബികളുടെ ശരീരങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു. ഡോയൽ സൂസനെ പീറ്റർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എന്താണ് ഒരു കുട്ടി പോലും സോംബിയായി മാറാത്തത് എന്നുള്ള തൻ്റെ സംശയം പീറ്റർ ഈ ഒരു സമയത്ത് അവരുമായി പങ്കുവച്ചിരുന്നു. കടിയേറ്റ് അതിനെ തരണം ചെയ്ത ആരും തന്നെയില്ലെന്നും അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സ്രവത്തിൽ നിന്നും വാക്സിൻ വികസിപ്പിച്ചെടുക്കാമായിരുന്നുവെന്നും ഡോയൽ അഭിപ്രായപ്പെട്ടു. തനിക്ക് തൻ്റെ കുട്ടിയായ മാത്യുവിനെ രക്ഷിക്കാനായി പോകണമെന്ന് പിന്നീട് പീറ്റർ ഡോയലിനോട് പറഞ്ഞു. അത് ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കുമെന്നായിരുന്നു ഡോയലിൻ്റെ മറുപടി. ഉടൻ തന്നെ നിരവധി സോംബികൾ ആ ഒരു ക്യാമ്പ് വളഞ്ഞു. സൈനികർക്ക് സോംബികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. സോംബികൾ നിരവധി സൈനികരെ ക്രൂരമായി കൊലപ്പെടുത്തി. അക്കൂട്ടത്തിൽ സോംബിയായി മാറിയിരുന്ന ലൂയിസും ഉണ്ടായിരുന്നു. ക്യാപ്റ്റനും അയാളുടെ 2 സഹായികളും ചേർന്ന് പീറ്ററെയും ജോണിയെയും സൂസനെയും ഫിലിപ്പിനെയും രക്ഷിച്ചു. കാട്ടിലൂടെ ഓടിമാറിയവർ പിറ്റേ ദിവസം രാവിലെ ഒരു റോട്ടിലേക്ക് എത്തിച്ചേർന്നു. ഈ ഒരു സമയത്ത് അവിടെ കണ്ടിരുന്നൊരു സോംബിയെ കൊലപ്പെടുത്തുന്നതിനിടെ കൂട്ടത്തിലുണ്ടായിരുന്നൊരു സൈനികനെ കൂടി കടിയേറ്റിരുന്നു. അതോടെ അയാൾ അവരുടെ പക്കൽ നിന്നും ഓടിപ്പോവുകയാണ്. അതിർത്തികളെല്ലാം അടച്ചിരിക്കുകയാണെന്ന് സൂസൻ പീറ്ററിനെ അറിയിച്ചു. ഈ ഒരു സമയത്താണ് ഡോയൽ തൻ്റെ ഫാമിലിയെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു എന്നുള്ള കാര്യം അയാളിൽ നിന്നും പീറ്റർ തിരിച്ചറിയുന്നത്. ഈ ഒരു കാര്യം പീറ്ററിൽ നിരാശയുളവാക്കി. കാരണം ഡോയൽ ഈ ഒരു കാര്യം മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ പീറ്ററിനെ തൻ്റെ മകനെയും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റാമായിരുന്നു. നമുക്കത്രയും വേഗം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറണമെന്ന് സൈനിക ജനറൽ അഭിപ്രായപ്പെട്ടു. അത് പാടില്ലെന്നും നമ്മളിവിടെ തന്നെ നിന്ന് വൈറസിനെതിരായ വാക്സിൻ കണ്ടുപിടിക്കണമെന്നുമായിരുന്നു ഡോയലിൻ്റെ അഭിപ്രായം. അതോടെ സൈനിക ജനറൽ ഡോയലിനോട് തട്ടിക്കയറി. നമുക്കെത്ര കാലം ഇങ്ങനെ ഒളിച്ചു നടക്കാൻ സാധിക്കുമെന്നും വാക്സിൻ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ കൂടി രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂവെന്നും പീറ്റർ അഭിപ്രായപ്പെട്ടു. അത് ശരിയാണെന്ന് ജനറലിനും തോന്നി. അങ്ങനെ അവരേവരും അവർക്കറിയാവുന്ന മറ്റൊരു ലാബ് ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കുകയാണ്. സൂസനെ സംരക്ഷിക്കണമെന്ന് ജോണിയോട് പറഞ്ഞുകൊണ്ട് പീറ്റർ പിന്നീട് തൻ്റെ മകനെ രക്ഷിക്കാനായി പോവുകയാണ്. അവൻ പോകുന്ന സമയത്ത് ജോണി തൻ്റെ പക്കലുണ്ടായിരുന്ന തോക്ക് പീറ്ററിനെ കൈമാറിയിരുന്നു. പിന്നീട് ബാക്കിയുള്ളവരെല്ലാം ലാബ് ലക്ഷ്യമാക്കി യാത്രയായി. നടന്നു പോയിരുന്ന പീറ്ററെ കണ്ട് അതുവഴി പോയിരുന്ന ഒരു വാഹനം നിർത്തി. അതിൽ നിന്നും ഒരമ്മയും മകനും പുറത്തേക്ക് ഇറങ്ങുകയും പീറ്ററിനോട് വെള്ളം വേണോ എന്ന് ചോദിക്കുകയും ചെയ്തു. പീറ്റർ വെള്ളം വേണ്ടെന്ന് പറഞ്ഞതോടെ നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്നും ചോദിച്ചുകൊണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന യുവാവ് തോക്കെടുത്തു. അതോടെ പീറ്ററിനെ അയാളെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. ക്ഷുഭിതയായ യുവാവിൻ്റെ അമ്മ യുവാവിൻ്റെ പക്കൽ നിന്നും തോക്കെടുത്ത് പീറ്ററെ കൊല്ലാനൊരുങ്ങി. അതോടെ പീറ്റർ ആ ഒരു വൃദ്ധയെയും വെടിവെച്ചു കൊന്നു. പിന്നീട് പീറ്റർ അവരുടെ വാഹനത്തിൻ്റെ പുറകിൽ നിന്നും ഒരു നിലവിളി ശബ്ദം കേൾക്കുകയാണ്. പീറ്റർ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് അമ്മയും മകനും കൂടി ബന്ദിയാക്കിയിരുന്ന ഒരു യുവാവിനെയും യുവതിയെയുമാണ്. അവർക്ക് ഭ്രാന്താണെന്ന് യുവാവും യുവതിയും പീറ്ററിനോട് പറഞ്ഞു. കൂട്ടത്തിലുണ്ടായിരുന്ന യുവതി ഗർഭിണിയായിരുന്നു. തങ്ങൾക്ക് ഈ സ്ഥലം അത്ര പരിചയമില്ലെന്നും പറഞ്ഞ് അവർ പീറ്ററിനൊപ്പം കൂടി. മൂവരും ഒരുമിച്ച് യാത്ര തുടരുന്ന സമയത്ത് യുവതിക്ക് ഛർദ്ദിക്കാൻ വന്ന് പീറ്റർ വാഹനം നിർത്തി. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് സോംബികൾ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തുകയും ഇരുവരെയും കൊലപ്പെടുത്തുകയുമാണ്. ഈ ഒരു കാഴ്ച കണ്ട പീറ്റർ സോംബികളെ വെടിവെച്ച് കൊന്നുകൊണ്ട് വാഹനവുമായി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് വാഹനം സ്റ്റാർട്ടായില്ല. മറ്റു സോംബികൾ വാഹനത്തിനരികിലേക്ക് പാഞ്ഞെടുക്കുന്ന കാഴ്ച കണ്ടതോടെ പീറ്റർ തൻ്റെ വീട് ലക്ഷ്യമാക്കി കാട്ടിലൂടെ ഓടുകയാണ്. പോകുന്ന വഴിയിലവൻ കാട്ടിലുണ്ടായിരുന്ന പുഴ നിറയെ മൃതദേഹങ്ങൾ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന കാഴ്ച കണ്ടിരുന്നു. ഓടിയോടിയവൻ തൻ്റെ വീട്ടിലേക്കെത്തി. സോംബിയായി മാറിയിരുന്ന തൻ്റെ അമ്മായിയപ്പനെ അവനെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു.
വീട്ടിലേക്ക് കയറിയവൻ ആ സോംബി കൊലപ്പെടുത്തിയിരുന്ന അമ്മായിയമ്മയുടെ മൃതശരീരം കണ്ടു. പിന്നീട് കടിയേറ്റ നിലയിൽ അവൻ തൻ്റെ മകനായ മാത്യുവിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിൽ കണ്ടെത്തി. സോംബി കടിച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ടും മകനെ ഇൻഫെക്ഷൻ ഏൽക്കാഞ്ഞത് പീറ്ററിനെ അത്ഭുതപ്പെടുത്തി. ശേഷം അവൻ മാത്യുവിനെയും കൂട്ടി ഡോയലും കൂട്ടരും പോയിരുന്ന ആ ഒരു ലാബിലേക്ക് യാത്രയാവുകയാണ്. ഈ ഒരു സമയത്ത് ഡോയലും കൂട്ടരും വാഹനം തകരാറിലായി റോഡിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെ അവർ കുറച്ചകലെയായി ഉണ്ടായിരുന്ന ലാബിലേക്ക് നടന്നു നീങ്ങാമെന്ന് തീരുമാനിച്ചു. ഉടൻ തന്നെ സോംബികൾ അവർക്കരികിലേക്ക് പാഞ്ഞെടുക്കുകയാണ്. സോംബികളെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിനിടെ ജനറലിനും അസിസ്റ്റന്റിനും ജീവൻ നഷ്ടമായി. നിർഭാഗ്യവശാൽ ലാബിലേക്ക് പ്രവേശിക്കുന്നതിലും തൊട്ടു മുൻപ് ഡോയൽ വീണു പോവുകയും അവനെയും സോംബികൾ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തുകയും ചെയ്തു. ഭാഗ്യവശാൽ സൂസണും ജോണിക്കും സോംബികൾ എത്തുന്നതിലും തൊട്ടു മുൻപ് ആ ഒരു ലാബിനകത്തേക്ക് പ്രവേശിക്കാനായി കഴിഞ്ഞു. ആ രാത്രിയിൽ ലാബിലേക്ക് മടങ്ങുന്നതിനിടെ ഒരു യുവതി സഹായം അഭ്യർത്ഥിച്ച് പീറ്ററിൻ്റെ വാഹനത്തിൻ്റെ മുൻപിലേക്ക് ചാടി. ആ ഒരു യുവതി കൊള്ളസംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന യുവതിയാണെന്ന് പീറ്ററിനെ അറിയില്ലായിരുന്നു. അവർ പീറ്ററിനെ കുത്തിവീഴ്ത്തിയതിനു ശേഷം മാത്യുവിനെ പുറത്താക്കി ആ വാഹനവുമായി കടന്നു കളഞ്ഞു. പീറ്ററിനെ അന്വേഷിച്ച് അതുവഴി വന്നിരുന്ന ജോണി ഉടൻ തന്നെ പീറ്ററിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിരവധി പേർ വെനസ്വേല എന്ന ആ ഒരു രാജ്യത്തിൽ നിന്നും പലായനം ചെയ്തു കഴിഞ്ഞിരുന്നു. ബോധം വന്ന പീറ്ററോട് 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സോംബി വൈറസ് ബാധിക്കുന്നില്ലെന്നും മാത്യുവിൻ്റെ സ്രവത്തിൽ നിന്നും സോംബി വൈറസിനെതിരായ വാക്സിൻ വികസിപ്പിച്ചെടുത്ത് അത് രാജ്യത്തുടനീളം വിതരണം ചെയ്തെന്നും സൂസൻ അറിയിച്ചു. പിന്നീട് പീറ്റർ തൻ്റെ മകനായ മാത്യുവിനെയും കൂട്ടി ഒരു യാത്ര പോവുകയാണ്. ഈ ഒരു രംഗം കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുന്നു.